ഹലോ ഫ്രണ്ട്സ്, ഇതേ ഞാൻ ഈ ആസ്വദിച്ച് കഴിക്കുന്ന സാധനം എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുമോ? ഞാൻ തന്നെ പറഞ്ഞുതരാം എന്താണെന്നുള്ളത്. ഇത് വന്നിട്ട് ദേ നമ്മുടെ അമ്പഴങ്ങയാണ് കേട്ടോ. പണ്ടൊക്കെ ആണെങ്കിൽ പറമ്പിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ഇപ്പോഴത് കാണാൻ തന്നെ ഇല്ല. അപ്പോൾ ഞങ്ങൾ കടയിൽ നിന്നാണ് ഇത് മേടിച്ചത്. കടയിൽ കട്ടപ്പോൾ ഒന്നും നോക്കിയില്ല, അങ്ങോട്ട് മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉണ്ട് കുറേയൊക്കെ ഇങ്ങനെ പഴുത്തതാണോ അഴുകിയതാണോ എന്നൊന്നും അറിയില്ല. ഞെക്കുമ്പോൾ ഇങ്ങോട്ട് ചാറ് തെറിച്ച് ഇങ്ങോട്ട് പോവാണ് കേട്ടോ. പഴുത്തത് അങ്ങനെ കണ്ടിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നേരത്തേക്ക് ആണെങ്കിൽ ഇങ്ങനെ പിഞ്ചായിരിക്കുന്ന സമയത്ത് തന്നെ പറിച്ച് മൂക്കാനൊന്നും നിർത്തിയിട്ടില്ല. അച്ചാറിടലാണ് പതിവ് കേട്ടോ. നിങ്ങൾക്ക് ഇതേപോലെയുള്ള വട്ടുകളുണ്ടോ? ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളെ ചെന്ന് ഞോണ്ട എന്നിട്ട് വെറുതെ ഒന്നും അറിയാത്ത കണക്ക് ഇരിക്കും. അങ്ങനെയുള്ള വട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ അമ്പഴങ്ങ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചെയ്യണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ അതിനെ പോറി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ ഇതേപോലെ നല്ല തിളച്ച് കിടക്കണ വെള്ളത്തിലേക്ക് നമ്മൾ അമ്പഴങ്ങ ഇട്ട് കൊടുക്കണുണ്ട്. അപ്പോൾ അത് വെന്ത് സെറ്റായിട്ട് കിട്ടും. ഒരു 1.5-2 മിനിറ്റ് മാക്സിമം പോയി അത്ര ഇട്ടാൽ മതി കേട്ടോ. ഇതേപോലെ പൊളന്ന് നമ്മൾ കീറിയിട്ടില്ല, അത് ഇങ്ങനെ പൊളന്ന് ഇങ്ങനെ വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് എടുക്കാവേ. എന്നിട്ട് നമ്മുടെ ഇരുമ്പ് ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കണം. വേറെയുള്ള എണ്ണേനെക്കാട്ടിലും നല്ലെണ്ണയാണ് എപ്പോഴും അച്ചാറിന് നല്ലത്. പിന്നെ നമ്മൾ കുറച്ച് കടുക് പൊട്ടിക്കുന്നുണ്ട്, അതേപോലെ തന്നെ ഉലുവ പൊട്ടിക്കുന്നുണ്ട്. ഉലുവ ഉണ്ടല്ലോ, നമ്മുടെ കടുക് ചാടി ചാടി നിന്നെൻ്റെ കയ്യിൽ തെറിച്ചത്, അതാണ് ആ ചാട്ടം ചാടി ഉലുവ പോയത്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി കേട്ടോ. ഇത്രയും മസാലകൾ തന്നെയാണ് ഇടുന്നത്. പക്ഷെ എന്നാലും ഇതിന് നന്നായിട്ട് തന്നെ മൂപ്പിച്ച് എടുക്കണം കേട്ടോ. മസാലയുടെ കുത്തലൊക്കെ പോകുന്ന രീതിയിൽ മൂപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മുടെ അമ്പഴങ്ങയില്ലേ, വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിരുന്നില്ല, അതും കൂടി അങ്ങോട്ടേക്ക് തട്ടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതാ നന്നായിട്ട് തന്നെ ഇളക്കി എടുത്ത് നല്ല സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കുണ്ട് നമുക്ക് അതിലേക്ക് നാരങ്ങ നീര് വീത്തി കൊടുക്കാം. നിങ്ങൾക്ക് വിനാഗിരിയാണ് ഇഷ്ടമെങ്കിൽ വിനാഗിരി വീത്താം കേട്ടോ. ഞങ്ങൾക്ക് നാരങ്ങ നീരാണ് എപ്പോഴും അച്ചാറിന്. ഇതിൽ പുളിപ്പില്ലാത്ത കാരണമാണ് നാരങ്ങ നീര് വീത്തണത് കേട്ടോ. പുളിപ്പ് ചെറിയ പുളിപ്പാണ് ഈ അമ്പഴങ്ങയൊക്കെ കേട്ടോ. അപ്പോൾ നാരങ്ങ നീരും കൂടെ വീത്തി കൊടുത്ത് നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ഭയങ്കര ടേസ്റ്റാണ്. ഇതിൻ്റെ ചാറിനാണ് ഭയങ്കര ടേസ്റ്റ്. നേരത്തെ തന്നെ ചെക്കനെടുത്ത് കഴിപ്പ് തുടങ്ങി. ഞാനും നേരത്തെ കഴിച്ചു. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും പറ്റുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷത്തിലുള്ള